മേഘാലയയിലും നാഗാലാൻഡിലും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. കോൺറാഡ് സാങ്മയും നെഫ്യൂ റിയോയും മുഖ്യമന്ത്രിമാരായി അധികാരമേൽക്കും. ചടങ്ങിൽ പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശരണ്യ ചേരുന്നു. ശരണ്യ, എപ്പോഴത്തേക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക? ഏതൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും? കമലേഷ്, നാഗാലാൻഡിലും മേഘാലയയിലുമായി ഇന്ന് പുതിയ സർക്കാർ അധികാരത്തിലേക്കുകയാണ്. ഇന്ന് രണ്ട് സംസ്ഥാനങ്ങളിലുമായി സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. ഈ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള ഒരു പറ്റം സംഘം പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോൺറാഡ് സാങ്മയും നെഫ്യൂ റിയോയും മുഖ്യമന്ത്രിമാരായി അധികാരമേൽക്കുകയാണ്. മേഘാലയയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്ത് നിന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടിയെ അടക്കം സ്വന്തം പാതിയിലെത്തിച്ചാണ് കോൺറാഡ് സാങ്മ മേഘാലയ ജനാധിപത്യ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. 45 MLA-മാരുടെ പിന്തുണയാണ് സാഗ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 11:30 സത്യപ്രതിജ്ഞ ചടങ്ങ് മേഘാലയയിൽ നടക്കുക. ചടങ്ങിൽ 12 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതുപോലെ തന്നെ NPP-യിൽ നിന്ന് 8-ഉം UDP-യിൽ നിന്ന് 2-ഉം BJP, HSPDP പാർട്ടികളിൽ നിന്ന് ഓരോരുത്തരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നാഗാലാൻഡിലേക്ക് വരുമ്പോൾ നെഫ്യൂ റിയോ 5-ാം തവണയാണ് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്യുക. മാർച്ച് 2-ന് വോട്ടെണ്ണൽ നടന്നെങ്കിലും തിങ്കളാഴ്ച വൈകുന്നേരമാണ് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം റിയോ ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 1:30 നാഗാലാൻഡിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ടി അധ്യക്ഷൻ JP നദ്ദയും പങ്കെടുക്കുമെന്ന് BJP വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സഖ്യകക്ഷിയായ BJPക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നതായിരിക്കും. നാഗാലാൻഡിൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ സംസ്ഥാന മന്ത്രിമാരുടെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേന്ദ്ര മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത്. സത്യപ്രതിജ്ഞ ക്യാപിറ്റൽ കൾച്ചറൽ ഹാളിൽ വെച്ചായിരിക്കും കർശന സുരക്ഷാ നടപടികളോടെ നടക്കുക. അതുപോലെ തന്നെ ഫെബ്രുവരി 27-ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിയോയുടെ നേതൃത്വത്തിലുള്ള NDP BJP സഖ്യം ആകെയുള്ള 60 സീറ്റുകളിൽ 37 എണ്ണവും നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതു മുതൽ NDP-യും BJP-യും 72-കാരനായ റിയോയെ തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൊഹിമ ജില്ലയും പോലീസ് ഭരണകൂടങ്ങളും VVIP സഞ്ചാരവുമായി ബന്ധപ്പെട്ട ചില റൂട്ടുകളിൽ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സുരക്ഷാ കാരണങ്ങൾ വ്യക്തമാണ്. ശരണ്യ, മേഘാലയയിലും നാഗാലാൻഡിലും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുകയാണ്. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും. ശരണ്യയാണ് വിവരങ്ങൾ നൽകിയത്.